ഏറ്റവും അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. എത്രത്തോളം ഉണ്ട് കോൺഫിഡൻസ്? 100% കോൺഫിഡൻസ് ആണ്. എന്ത് തന്നെയായാലും മലപ്പുറത്ത് ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ സ്വീകരണ കേന്ദ്രത്തിലെയൊക്കെ ഈ ഒരു വെയിലിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് മറികടന്നുകൊണ്ട് ആളുകൾ സ്വീകരണ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നു. വലിയ പ്രതീക്ഷയോടെ, നല്ല സ്നേഹത്തോടെ, ഒരു വലിയ കരുതൽ തന്നുകൊണ്ട് തന്നെയാണ് ഈ സ്വീകരണങ്ങളൊക്കെ നടക്കുന്നത്. മലപ്പുറത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ഇടതുപക്ഷം സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വലിയ കോൺഫിഡൻസ്? ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് മണ്ഡലമാണ് ഒരാളുടെ കുത്തകയായി നിൽക്കുന്നത്? ഒരു മണ്ഡലവും അങ്ങനെ ആരുടെയും കുത്തകയൊന്നുമല്ല, ഒരാൾക്കും ജയിക്കാൻ പറ്റാത്ത ഇടവുമല്ല. ഏത് മണ്ഡലത്തിലും ആരും ജയിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാരണം നമ്മുടെ അനുഭവം അതിനു മുമ്പിലുണ്ട്. 2004 ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം ജയിച്ചതാ. കുറ്റിപ്പുറത്ത്, തിരൂരിൽ ഒക്കെ മുസ്ലിം ലീഗ് തോറ്റതാ. ഈ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് അവർക്ക് ഇടപെടാൻ പറ്റുന്ന, അവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയെ അവരാഗ്രഹിക്കുന്നുണ്ട്. അവർക്കതിന് താല്പര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു അർത്ഥത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു അവൈലബിൾ MP ആയി ഞാൻ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവരുള്ളത്. ഇത് പറയുമ്പോൾ CAA മുത്തലാഖും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ല എന്ന് ലീഗ് പറയുകയാണ്. ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ? തീർച്ചയായിട്ടും ഇടതുപക്ഷം അതിപ്പോൾ ഇവിടെ മാത്രമല്ല, മലപ്പുറത്ത് മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഇടതുപക്ഷം ഉള്ളിടത്തെല്ലാം പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. രാജ്യത്തെ ധ്രുവീകരിക്കുന്ന സംഘപരിവാരത്തിൻ്റെ നയത്തിനെതിരെ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും ചർച്ച ചെയ്യുന്നതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഇതിനെക്കുറിച്ച് പറയില്ല. ഇപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ അവർ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് കേരളത്തിലെ KPCC പ്രസിഡന്റിനെ കൊണ്ട് ആക്ടിംഗ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അവർ തട്ടിക്കയറുക. അവർക്ക് വലിയ പ്രയാസം അതിനെക്കുറിച്ചുള്ള ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. CPMൻ്റെയും CPIയുടെയും ഒക്കെ പ്രകടന പത്രികയിലൊക്കെ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾക്ക് സ്വാധീനമുള്ള, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അധികാരം രാജ്യത്ത് വന്നാൽ അവസാനിപ്പിക്കും എന്ന് തന്നെ. അങ്ങനെ വളരെ വ്യക്തതയോടുകൂടി എല്ലായിടത്തും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിക്കുകയും അതോടൊപ്പം സംഘപരിവാർ ഈ രാജ്യത്തിന് മുമ്പിൽ വെച്ച എല്ലാ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നയങ്ങൾക്കെതിരെയും കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലവിലെ ഇവിടുത്തെ സിറ്റിംഗ് MP മണ്ഡലം മാറ്റിപ്പിടിച്ചിരിക്കുക, എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ചിഹ്നം മാറിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാറിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മുന്നണിയും മാറിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന MP തൊട്ടപ്പുറത്തേക്ക് പോയി. അപ്പുറത്തുള്ള MPയും ഇതുപോലെ തന്നെ ചിഹ്നമൊന്നും മാറിയിട്ടില്ല, അവരുടെ മുന്നണിയും മാറിയിട്ടില്ല, പാർട്ടിയും മാറിയിട്ടില്ല, ഇപ്പുറത്തേക്ക് മാറി. സാധാരണ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകർ പലരും നമ്മളോട് പറയുന്നത് അത് എളുപ്പത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കും. അവസാനമായിട്ട് മലപ്പുറത്തെ ജനങ്ങൾ എന്തിന് V വസീഫിന് എന്തുകൊണ്ട് വോട്ട് ചെയ്യണം? അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. അവർക്ക് ഇടപെടാൻ പറ്റുന്ന, അവരുടെ ഇടയിൽ അവർക്ക് ഏത് സമയത്തും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഓടിച്ചെല്ലുന്ന, അവർക്ക് ഏത് സമയത്തും സമീപിക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെയുള്ള ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകും എന്നാണ് അവർക്ക് കൊടുത്ത വാക്ക്. ആ വാക്ക് അവർ വിശ്വാസത്തിലെടുക്കുകയാണ്. ഇവിടെയുള്ള ജനപ്രതിനിധികളെ അവർക്ക് കാണാൻ കിട്ടാറില്ല, അവർക്ക് സംസാരിക്കാൻ കിട്ടാറില്ല, അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാറില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ജയിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിൽ അവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന് അവർക്ക് മറുപടിയില്ല. ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പദ്ധതികൾ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഉള്ള അലിഗഡ് സർവകലാശാല, അത് കേരളത്തിലെ ഗവൺമെൻറ്റും വലിയ പ്രതീക്ഷയോടുകൂടി സ്ഥലം ഏറ്റെടുത്തതാണ്. അങ്ങനെ സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടമൊക്കെ ഉണ്ടാക്കിയ ഈ അലിഗഡ് സർവകലാശാലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എന്ത് ഇടപെടലാണ് ഈ പാർലമെൻറ്റിൽ ഇവർ ഇതിനു വേണ്ടി ചെയ്തത്? തുടർച്ചയായി ഇവർ ജയിച്ചു പോകുന്നു എന്നല്ലാതെ ഇതിനു വേണ്ടിയൊന്നും ഒരു ശക്തമായ ഇടപെടൽ, ജനത്തിന് ബോധ്യപ്പെടുന്ന ഇടപെടൽ നടത്തുന്നില്ല. ഇവിടുത്തെ റെയിൽവേ എന്താ അവസ്ഥ? ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ കൊച്ചുവേളിയിൽ അവസാനിക്കുക. ഇതുവരെ ആയിട്ട് ഒരു അനക്കം അപ്പുറത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഇവർ ആലോചിച്ചിട്ടില്ല. അതൊക്കെ ഈ ജനം ചർച്ച ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്ത് ഇവർക്ക്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമീപിക്കാനും അവരുടെ വികസന കാര്യങ്ങളിൽ, അവരുടെ പ്രതിസന്ധികളിലൊക്കെ കൂടെ നിൽക്കാനും പറ്റുന്ന ഒരു ജനപ്രതിനിധിയായി എന്നെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.